ഹലോ മക്കളെ, നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾ. മിസ് ഇപ്പോൾ വന്നത് ഇന്നത്തെ ഫിസിക്സ് പരീക്ഷയുടെ ആൻസർ കീ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി ലേറ്റായി പോയെന്ന് അറിയാം. ഇതിപ്പം തൽക്കാലം ഇതിവിടെ നിൽക്കട്ടെ. ഒന്നുകിൽ നാളത്തെ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത മാസം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് വരാൻ പോകുന്ന ബോർഡ് എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഒന്ന് ആൻസർ കീ ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പം ഇന്നലെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിന്നുള്ള 1-2 ഡെറിവേഷൻസ് ഇന്നത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ട നോട്ട്സ് ഞാൻ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിൻ്റെ ലിങ്ക് മിസ് ഇവിടെ കൊടുത്തേക്കാം. നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറിയും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ബാക്കി ചാപ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യും. അപ്പം നിങ്ങളെല്ലാവരും അത് കാണുക. നോട്ട്സ് വേണ്ടവർ ടെലഗ്രാമിലേക്കൊന്ന് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ ലിങ്ക് മിസ് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കി വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പം എനിക്ക് തോന്നിയത് നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിലുള്ള തട്ടിക്കൂട്ട് പഠിത്തത്തിന് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ശരിയായിട്ടുണ്ടാവില്ല. കാരണം ചില ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചിലതൊക്കെ എന്നാൽ ഡയറക്റ്റായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ വന്നിട്ടുമുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, ഇത്രയും നാളും കണ്ടുവന്നത് +2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വലിയ പ്രശ്നമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറും +1 ആണ്. എന്നാലും ചില ക്വസ്റ്റ്യൻസൊക്കെ നമുക്കൊന്ന് ട്രിക്കി ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ +1ൻ്റെ കുട്ടികൾ നന്നായി തന്നെ പഠിച്ച് പരീക്ഷയ്ക്ക് പോകുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി പഠിക്കാനൊക്കെ സമയമുണ്ടോയെന്നുണ്ട്. നിങ്ങൾ ഇനി മനസ്സ് വെച്ചാലും മതി. നമ്മുടെ ചാനലിൽ ഇനിയുള്ള ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ല ഇനിയുള്ള ചാപ്റ്റേഴ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിപ്പോഴേ ഇതാക്കി എടുക്കണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ +2ലെ കുട്ടികൾ കണ്ടില്ലേ, നിങ്ങളൊപ്പമാണ് ഇനിയിപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത്. അപ്പം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ഇയർ തന്നെ പഠിച്ച് നല്ല മാർക്സ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ +2 നല്ല സമാധാനത്തോടെ പഠിച്ചങ്ങ് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 0.002450 is എന്താണ് വരുന്നത്? 24500 മാത്രമേ സിഗ്നിഫിക്കൻ്റ് ഉള്ളൂ. കാരണം ഈ 2 സീറോസ് ഒരു ഡെസിമൽ നമ്പറിൽ നോൺ സീറോ ഡിജിറ്റിന് മുന്നേ വരുന്നതാണ്. അത് എന്തല്ല, അത് സിഗ്നിഫിക്കൻ്റ് അല്ല. സോ 5 is the answer. What is the relationship between stopping distance and initial velocity of a vehicle? എന്താണ് ഇക്വേഷൻ? S is equal to -u²/2a. v² - u² is equal to 2as എന്നുള്ള ഇക്വേഷനിലാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബോഡി സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ v0 ആണ് വരിക. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും ഇനീഷ്യൽ വെലോസിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ. Then orbital velocity of a satellite of mass m is v0. What will be the orbital velocity of another satellite of mass 2m in the same orbit? സെയിം ഓർബിറ്റിലാണ്, മാസ് ഡബിൾ ആണെങ്കിലും ഓർബിറ്റൽ വെലോസിറ്റിക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. വാട്ട് ഈസ് ദ ഇക്വേഷൻ? 2 ഇല്ല, √g r ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ. ഓക്കെ, അപ്പം ഓർബിറ്റൽ വെലോസിറ്റിക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല, സെയിം തന്നെയായിരിക്കും. Substance which can be stretched to cause large strains are called elastomers. Elastomers-ന്റെ എക്സാമ്പിൾ ആണ് അയോട്ട അല്ലേ. ഓക്കെ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇലാസ്റ്റമേഴ്സ് ആണ് കേട്ടോ ആൻസർ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഡീൽസ് വിത്ത് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അത് വെച്ചിട്ടാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണ്? ഏരിയ ആൻഡ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു a/v2 അല്ലേ. അതാണ്. ഇൻ വിച്ച് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നോ മീഡിയം ഇസ് റിക്വയർഡ്? ഏതിലാണ്? റേഡിയേഷനിലാണ്. And we know these are the 3 modes of heat transfer. The average kinetic energy of a molecule of gas is directly proportional to absolute temperature. ഇത് കഴിഞ്ഞ പ്രാവശ്യം ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. നെക്സ്റ്റ് 2 മാർക്കിൻ്റെ ചോദ്യം. A player throws a ball upward with an initial speed of 29.4 meter per second. What is the direction of acceleration in the upward motion? Direction of acceleration എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും? in the downward direction ആണ്. വാട്ട് ആർ ദ വെലോസിറ്റീസ്? അപ്പോൾ G നെഗറ്റീവ് എന്ന് എഴുതിയവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നെഗറ്റീവ് എഴുതുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പെർഫെക്റ്റ് ആൻസർ ഇസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ എന്നാണ്. വാട്ട് ആർ ദ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് ദ ബോൾ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഇറ്റ്സ് മോഷൻ? ഹയസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ വെലോസിറ്റി 0 ആണ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അടുത്ത ചോദ്യം. ഇഫ് a and b are 2 vectors of different magnitudes, can a + b is equal to a - b? ഒരിക്കലും അങ്ങനെ വരാൻ സാധിക്കില്ല. കാരണം a + b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √a² + b² + 2ab cos θ ആണ്. അനി a - b എന്ന് പറയുന്നത് എന്താണ്? √a² + b² - 2ab cos θ ആണ്.
അപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സും ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിക്കോട്ടെ, പക്ഷേ ഇവർ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നതെങ്കിൽ ആംഗിൾ എന്തായിരിക്കും വരിക? 90 ഡിഗ്രിയാണ്. അപ്പോൾ കോസ് 90യുടെ വാല്യൂ 0 എന്നറിയാമല്ലോ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനകത്തും ലാസ്റ്റ് ടേം അങ്ങ് ക്യാൻസൽ ആവും. നമുക്ക് മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ് കിട്ടുക, റിസൾട്ടൻറ്റ് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഒന്ന് A+B ആണ്, മറ്റേത് A-B ആണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് എന്താണ് സാറ്റിസ്ഫൈഡ് ആവില്ല. A+Bയും A-Bയും ഈക്വൽ ആവില്ല. Write two properties of null vector. എന്താണ് null vector? A vector which has zero magnitude but it has arbitrary direction, അല്ലെങ്കിൽ direction cannot be specified. അതിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ null vector into any number is equal to null vector itself, null vector plus a number is equal to that number. അല്ലേ? ഇതാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അടുത്തത്, വർക്ക് ഡൺ ഇൻ ദ മോഷൻ ഓഫ് എ ബോഡി ഓവർ എ ക്ലോസ്ഡ് ലൂപ്പ് 0 ഫോർ കൺസർവേറ്റീവ് ഫോഴ്സസ് ഇൻ നേച്ചർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത്. അതാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ദ വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത്. അതാണ് നോൺ കൺസർവേറ്റീവ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വർക്ക് ഡൺ ഓവർ എ ക്ലോസ്ഡ് ലൂപ്പ് 0 ആണ്. കറക്റ്റ് ആണ്, ദാറ്റ് ഈസ് ട്രൂ ആണ് ആൻസർ. Give reason for your answer, because it's a conservative force that the work done by this conservative force does not depend on the path ആണ്. Classify the following into conservative and non-conservative force. Electrostatic force ഉം magnetic force ഉം conservative forces ആണ്, whereas conservative forces ആണ്. Frictional force ഉം viscous force ഉം non-conservative forces ആണ്. Friction force ഉം viscous force ഉം പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുകൊണ്ട് തന്നെ അത് non-conservative forces ആണ്. അടുത്തത്, ഡിഫൈൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് I is equal to mr² ആണ്. So it is the product of mass of the body and the square of the distance between the particles, distribution of the particles from the axis of rotation. What are the factors on which moment of inertia of a body depend? എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. R, that is axis of rotationും ഓരോ പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ ആക്സിസ് ഓഫ് റൊട്ടേഷനെ, ഒരേ ബോഡി തന്നെയാണെങ്കിൽ അതിൻ്റെ ആക്സിസ് മാറുന്നതിനനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറും. അതുപോലെ തന്നെ ബോഡിയുടെ ഷേപ്പ് മാറുന്നതിനനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറും. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് കെപ്ലർസ് സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഏരിയൽ വെലോസിറ്റി ഇസ് എ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി സി ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇനി ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ ഡയഗ്രത്തിനകത്ത് എന്ത് തന്നിട്ടുണ്ട്? ഏതിനാണ് വെലോസിറ്റി, ഏത് പ്ലാനറ്റിലാണ്, പ്ലാനറ്റ് എവിടെ എത്തുമ്പോഴാണ് വെലോസിറ്റി കൂടുതൽ? അപ്പം ഡിഫറെൻറ്റ് പൊസിഷൻസ് ആണ്. അപ്പോൾ ഈ പി ആണ് ആൻസർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റം ഒരു റൊട്ടേഷണൽ മോഷനിൽ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് mvr ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. മാസ് കോൺസ്റ്റൻ്റ് ആണല്ലോ, അതുപോലെ തന്നെ v ഇൻറ്റു r ഇസ് ഓൾസോ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് v ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ പൊസിഷൻ. അപ്പം അടുത്ത് നിൽക്കുന്ന ആൾക്ക് എന്തായിരിക്കും? സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ പി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. The increase, that is the amount of work, heat is used in two ways, that is to increase the internal energy and to do work. The increase in internal energy of a system is equal to the work done on the system ആണ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ആണ്, ദാറ്റ് ഈസ് ഡെൽറ്റ യു ഈക്വൽസ് മൈനസ് ഡെൽറ്റ ഡബ്ല്യു വരുന്നത് എന്തിനാണ്? ഡെൽറ്റ ക്യൂ 0 ആകുമ്പോഴാണ്. ഡെൽറ്റ ക്യൂ 0 ആവുന്നത് എപ്പോഴാണ്? അഡിയബാറ്റിക് പ്രോസസ്സിലാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് എ സിസ്റ്റം. Now, what would be the effect on RMS velocity of a gas molecule if the temperature of a gas is increased? ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ RMS വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും? RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് √3RT/m ആണ്. 3യും Rഉം Mഉം കോൺസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ RMS velocity is directly proportional to √T ആണ്. That is, it is directly proportional to the temperature. Calculate the root mean square velocity of oxygen molecule at 100 Kelvin. മിസ് എൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തരാം, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചോളൂ കേട്ടോ. 3 ഇൻറ്റു R എത്രയാണ്? 8.31 ഇൻറ്റു T എത്രയാണ്? 100 Kelvin ആണ്. ഡിവൈഡഡ് ബൈ M എന്തുവാണ്? 32 ഗ്രാമിലാണ്. അത് മറക്കരുത് കിലോഗ്രാമിലേക്ക് ആക്കാൻ. 3RT/m ആണ് ഇക്വേഷൻ. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് റൂട്ട് എടുക്കാൻ മറന്നു പോരുത്. റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് VRMS കിട്ടും, മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടും കേട്ടോ. ഇത് നോക്കൂ, ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഇൻ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. 3 മാർക്കിൻ്റെ ചോദ്യമാണ്, അതിനകത്ത് ഒരു പാർട്ടാണിത്. എന്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? VT is equal to ഇങ്ങനെ വരും അല്ലേ? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ.
ഫ്രം ഗ്രാഫ് ഡിറൈവ് ദ റിലേഷൻ എക്സ് ഈക്വൽസ് വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഗ്രാഫിൽ നിന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ചെയ്യത്തില്ലേ, സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്നതാണ് വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എന്താണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് അല്ലേ. Then the force F acting on a particle of mass m is indicated by force time graph shown below. Find the change in momentum of the particle over the time interval from 0 to 10 seconds. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തുവാണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ശരിക്കും എന്താണത്? ഇമ്പൾസ് ആണ്. അപ്പം നമ്മൾ ഇമ്പൾസിനകത്ത് നിന്ന് കണ്ടുപിടിക്കുക. ഇമ്പൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഏരിയ അണ്ടർ ദ ഗ്രാഫ് ചെയ്താൽ മതി. ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ അല്ലേ. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് എന്തുവാണ്? 5 ഇൻറ്റു ഹൈറ്റ് എന്താണ്? 5. ദാറ്റ് ഈസ് 25/2 12.5 എന്ന് കിട്ടി. അടുത്തത് ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എന്താണ് വരിക? റെക്ടാങ്കിൾസ് ഇത് ഇൻറ്റു ഇത് അല്ലേ. ഇതെന്ന് പറയുന്നത് എന്താണ്? 10 - 5 ദാറ്റ് ഈസ് 5 ഇൻറ്റു ഈ ഹൈറ്റ് എന്താണ്? 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 25. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എന്താ വരിക? 25 + 12.5 വിച്ച് ഈസ് ഈക്വൽ ടു 37.5. നമുക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ്സ് എന്ന് എഴുതാം. അതാണ് ആൻസർ വരുന്നത്. ഇമ്പൾസ് മനസ്സിലായല്ലോ? ഇത് അടിപൊളി ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് state the law of conservation of angular momentum. The angular momentum of a system is a constant if torque is absent അല്ലെങ്കിൽ torque is equal to 0. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. dl/dt is equal to τ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ നമ്മൾ L = r × p യിൽ നിന്ന് തുടങ്ങും. എന്നിട്ട് രണ്ട് വശത്തും എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻസ് ചെയ്ത കൂട്ടത്തിൽ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. 18ാമത്തെ ചോദ്യം, state Hooke's law in elasticity. Within the elastic limit, stress is directly proportional to strain. അപ്പോൾ വെറുതെ stress is proportional to strain എന്ന് മാത്രം എഴുതാതെ within the elastic limit, stress is proportional to strain എന്ന് എഴുതാം. Say true or false. The Young's modulus of rubber is greater than that of steel. അതെന്താണത്? അത് false ആണ്. കാരണം സ്റ്റീലിനാണ് യങ്സ് മോഡുലസ് കൂടുതൽ. യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ചെയ്യുക. അതാണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം എത്ര സ്ട്രെസ് കൊടുത്താലും സ്ട്രെയിൻ വളരെ ചെറുതേ ഉണ്ടാവുള്ളൂ സ്റ്റീലിന്. അപ്പോൾ അതിൻ്റെ യങ്സ് മോഡുലസ് കൂടുതലായിരിക്കും. സ്ട്രെച്ചിങ് ഓഫ് എ കോയിൽ ഇസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് ഷിയർ മോഡുലസ്. സ്ട്രെച്ചിങ് ഓഫ് എ കോയിലാണ്, സ്ട്രെച്ചിങ് ഓഫ് എ വയർ അല്ല. സ്ട്രെച്ചിങ് ഓഫ് എ വയർ എന്നായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ ഫാൾസ് എന്ന് വന്നേനെ. പക്ഷേ സ്ട്രെച്ചിങ് ഓഫ് എ കോയിൽ എന്ന് പറയുമ്പോൾ കോയിലിൻ്റെ ഷേപ്പ് മാറുന്നു. ഷേപ്പ് മാറുകയെന്ന് വെച്ചാൽ ഏരിയ മാറുന്നു. ഏരിയ മാറിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഷിയർ മോഡുലസ് ആണ്. സോ ദിസ് ആൻസർ ഇസ് ട്രൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇറ്റ് ഈസ് ഈസി ആൻഡ് ലെസ് പെയിൻഫുൾ ടു യൂസ് തിൻ നീഡിൽ ദാൻ എ തിക്ക് നീഡിൽ ഫോർ ടേക്കിംഗ് ആൻ ഇഞ്ചക്ഷൻ ഫോർ ദ സെയിം അപ്ലൈഡ് ഫോഴ്സ് വിച്ച് നീഡിൽ എക്സേർട്സ് മോർ പ്രഷർ വൈ. അതായത് ഇതിൻ്റെ തിന്നായിട്ടുള്ള നീഡിലാണെങ്കിൽ അതിൻ്റെ ഏരിയ കുറവാണ്. ഏരിയ കുറവാകുമ്പോൾ ഫോഴ്സ് കൂടുതൽ, ദാറ്റ് ഈസ് പ്രഷർ കൂടുതലായിരിക്കും. പ്രഷർ കൂടുതലാകുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് വേഗം അത് തുളഞ്ഞു കയറും. അതേസമയം കുറച്ച് ഏരിയ കൂടുതലാണെങ്കിൽ നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ തിൻ നീഡിലാണ്, അതുകൊണ്ടാണ് തിൻ നീഡിൽ എന്താണ് മോർ ലെസ് പെയിൻഫുൾ ആവുന്നത് തിൻ നീഡിലാണ്. Two vessels of different shape are filled with water to the same height as shown in the figure. Its pressure on the base of each vessel the same. Explain. Yes, കാരണം ഹൈറ്റ് സെയിം ആണ്. ഹൈറ്റ് എങ്ങനെയാണെങ്കിലും അതിൻ്റെ ഏരിയ ഡിഫറെൻ്റ് ആയാലും പ്രഷർ എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഇക്വേഷൻ എന്താണ്? P is equal to H rho G ആണ്. ഡെൻസിറ്റി സെയിം തന്നെയാണ് അല്ലേ. അപ്പം എച്ച് എന്താണ്? എച്ച് സെയിം ആയതുകൊണ്ട് പ്രഷർ സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഇത് എന്താണ്? ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡക്സ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അനോമലസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാധാരണ കേസസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വെലോസിറ്റി കൂടണം. പക്ഷേ ഇതെന്താണ്? വാട്ടറിൻ്റെ കേസിൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ വെലോസിറ്റി അല്ല, വോളിയം 4 ഡിഗ്രി സെൽഷ്യസ് വരെ വോളിയം കൂടുകയല്ല കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം അതായത് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഏറ്റവും മാക്സിമം ആവുന്നത് എവിടെയാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. വോളിയം ഡെൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ അല്ലേ. അപ്പോൾ വോളിയം കുറയുന്നതെന്ന് വെച്ചാൽ ഡെൻസിറ്റി കൂടുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് 4 ഡിഗ്രി സെൽഷ്യസ്. നമ്മളതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ്. റോയും ടെമ്പറേച്ചറും വെച്ചിട്ടുള്ള ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ്
ഡെൻസിറ്റിയുടെ ഗ്രാഫ് വരുന്നത്. ഇവിടെ ഇതെന്ന് പറയുന്നത് എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ് വരുന്നത്. ഓക്കെ. Then latent heat of vaporization of water is 22.6 into 10 raised to 5 joule per kilogram. Calculate the energy needed to change 0.5 gram of water into steam at 100 degree Celsius. അതായത് വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കുകയാണ്, അതിനെ സ്റ്റീമിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ സ്റ്റേറ്റ് മാറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എൽ എസ്. എസ് എന്ന് പറയുന്നത് സ്റ്റീമിൻ്റെതാണ്, അതായത് വാട്ടറിൻ്റെതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് എത്ര തന്നിരിക്കുന്ന 0.5 ഗ്രാം ആണ്, ഇൻറ്റു 10 raised to -3 ചെയ്യുക, ഇൻറ്റു 22.6 ഇൻറ്റു 10 raised to 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ജൂളിലാണ് കിട്ടുക കേട്ടോ എനർജി കിട്ടുന്നത്. ഓക്കെ. യെസ്. അടുത്തത് obtain an expression for work done in an isothermal process. Isothermal processന്റെ work done ന്റെ equation എന്താണ്? W is equal to 2.303 nRT log V2 by V1. നമ്മൾ work is equal to P into dV, P is equal to K by V into dV എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഡെറിവേഷൻ. അത് നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. തെർമോഡൈനാമിക്സിൻ്റെ ചാപ്റ്ററൊക്കെ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ. അടുത്തത് 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. ഇതില്ലാത്ത ചോദ്യപേപ്പർ ഇല്ല അല്ലേ? ഞാൻ വിചാരിക്കുന്നത് സാധാരണ ഇത് 2 മാർക്കിനൊക്കെ തുടക്കത്തിലാണ് വരാറുള്ളത്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി? ഓൾ ദ ടേംസ് ഇൻ ആൻ ഇക്വേഷൻ മസ്റ്റ് ഹാവ് ദ സെയിം ഡയമെൻഷണൽ ഫോർമുല. ഒരു ഇക്വേഷനകത്തുള്ള എല്ലാ ടേംസിനും ഒരേ ഡയമെൻഷണൽ ഫോർമുല ആയിരിക്കണം. എല്ലാ ക്വാണ്ടിറ്റീസിനും അല്ല, എല്ലാ ടേംസിനും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ? ആംഗിളാണ് ആൻസർ വരുന്നത്. Next, kinetic energy of a body depends on its mass m and velocity v. Using principle of dimension, derive an expression for the kinetic energy. നമുക്കറിയാമല്ലോ, energy is equal to, energy is proportional to m raised to a v raised to b എന്നൊക്കെ എഴുതി തുടങ്ങുക അല്ലേ. ആൻഡ് ഫൈനലി എനർജി is proportional to mv square നമുക്ക് കിട്ടും. എയും ബിയും ഡയമെൻഷണൽ ഫോർമുല വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. That's the second application of dimensional analysis. State and prove work energy theorem. വർക്ക് എനർജി തിയറി നമ്മൾ കണ്ടുപിടിക്കുന്ന എവിടെ നിന്നാണ്? കൈനറ്റിക് എനർജിയുടെ ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, എന്ത് കിട്ടും? നമ്മൾ ഡെറിവേഷൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട്, W is equal to half mv square minus half mu square എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് വന്ന് നിൽക്കും നമ്മൾ കൈനറ്റിക് എനർജി തുടങ്ങുമ്പോൾ. അതായത് W is equal to F into S ചെയ്താണ് തുടങ്ങുന്നത്. അന്നേരം ഇവിടെ എന്തോ കിട്ടും? ഈ u0 എടുത്തിട്ടാണ് നമുക്ക് വർക്ക് half mv square എന്ന് കിട്ടുന്നതും. ദിസ് വർക്ക് is stored as kinetic energy എന്ന് എഴുതിയിട്ടാണ് kinetic energy equals half mv square എന്നൊക്കെ എഴുതുന്നത് അല്ലേ. അപ്പോൾ ആ ഡെറിവേഷനിൽ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് വർക്ക് എനർജി തിയറം. വർക്ക് is equal to ചേഞ്ച് ഇൻ kinetic energy ആണ് സംഭവം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ്, സ്റ്റേറ്റ് വെദർ ദ പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ ഫോളോയിങ് കേസസ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. ഒരു സ്പ്രിങ് സ്ട്രെച്ച് ചെയ്യുന്നു. സ്പ്രിങ്ങിൻ്റെ കേസിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്തുവാണ്? ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ഹാഫ് കെ എക്സ് സ്ക്വയർ കേട്ടോ. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ സ്പ്രിങ് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്തും അവിടെ പൊട്ടൻഷ്യൽ എനർജി കൂടും. ഇനി സ്പ്രിങ് കംപ്രസ് ചെയ്യുമ്പോഴും എന്താണ്? കംപ്രഷനും അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉണ്ടാക്കുന്നത്, അപ്പോഴും പൊട്ടൻഷ്യൽ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പാൻഷനിലാണെങ്കിലും കംപ്രഷനിലാണെങ്കിലും പൊട്ടൻഷ്യൽ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. Give one example of SHM oscillation. സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് സിമ്പിൾ പെൻഡുലം. Derive equations for the kinetic energy and potential energy of a body executing simple harmonic motion. നമുക്ക് കുറച്ച് ഡെറിവേഷൻസ് ഉണ്ടല്ലോ, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, എനർജി ഒക്കെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ. അതിനകത്ത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വരിക ഇങ്ങനെയാണ് വരുന്നത്, ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി വരിക ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് വരും. ടോട്ടൽ എനർജി വരുന്നത് എന്താണ്? ഹാഫ് കെ എ സ്ക്വയർ എന്നാണ് വരിക അല്ലേ ടോട്ടൽ എനർജി വരുന്നത്. ഓക്കെ. അടുത്തത്, ഓൺ വാട്ട് ഫാക്ടർ ഡസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എ മീഡിയം ഡിപ്പെൻഡ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഡിലീറ്റഡ് ടോപ്പിക്കായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൺസിഡർ ചെയ്തിരുന്നത്. എന്താണ് ഇപ്പോൾ ചോദിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. സ്പീഡ് ഓഫ് സൗണ്ട് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, വിൻഡ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യും, ഹ്യൂമിഡിറ്റി ഡിപ്പെൻഡ് ചെയ്യും, പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, പ്രഷറിനെ ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യത്തില്ല, പ്രഷറൊക്കെ ഒരു ഫാക്ടറാണ്. ഓക്കെ. Then show that in a closed pipe the frequencies of first 3 harmonics are in the ratio 1:3:5. മീൻസ് ഇന്നലെ ഇട്ട ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസിൻ്റെ കൂട്ടത്തിൽ ഇത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് വീഡിയോ ചെക്ക് ചെയ്താൽ കാണാം. അടുത്തത്, a boy throws, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. A boy throws a cricket ball with velocity u at an angle theta with the horizontal. Draw the velocity time graph for the horizontal and vertical components of velocity. അപ്പോൾ നമുക്കറിയാം ഒരു പ്രൊജക്റ്റൈൽ മോഷനിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, വെർട്ടിക്കൽ വെലോസിറ്റി ആണ് മാറുക. അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത് ഇങ്ങനത്തെ ഗ്രാഫാണ്.
ഇനി വെർട്ടിക്കൽ വെലോസിറ്റിക്ക് എന്താണ് സംഭവിക്കുക? ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യു കോസ് തീറ്റ ആണ്. വെർട്ടിക്കൽ വെലോസിറ്റി ഈസ് യു സൈൻ തീറ്റ. വെർട്ടിക്കൽ വെലോസിറ്റിക്ക് എന്താണ് സംഭവിക്കുക? ഒന്ന് ഇങ്ങനെ കൂടിയിട്ട് പിന്നെ അങ്ങോട്ട് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുന്നത്? ഇതിങ്ങനെ താഴേന്ന് വരുമ്പോൾ താഴേന്ന് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് മുകളിലേക്ക് വരുമ്പോൾ, സോറി ഞാൻ പറഞ്ഞു തിരിഞ്ഞുപോയി, താഴേന്ന് വന്ന് മുകളിലേക്ക് എത്തുമ്പോൾ കുറയുകയാണ് ചെയ്യുക കേട്ടോ. കുറയും, സീറോയിലേക്ക് എത്തും. അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്യും? പിന്നെയും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരിക. ഇങ്ങനെ താഴേക്കാണ് അതിൻ്റെ ഗ്രാഫ് വരിക. ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റിയുടെ ഗ്രാഫ് വരുന്നത്. നെക്സ്റ്റ്, taking the vertical component of velocity, arrive at equation to the find the time of flight of the ball. T is equal to 2u sin theta by g എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. നമ്മുടെ s equals ut plus half at square എന്നാണ് തുടങ്ങേണ്ടത്. What is the kinetic energy of the ball at the highest point of projection? ഹയസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് യു കോസ് തീറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. യു സൈൻ തീറ്റ 0 ആയിരിക്കും. അപ്പോൾ ഹാഫ് എം ഇൻറ്റു യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയാണ് ആൻസർ വരുന്നത്. കൈനറ്റിക് എനർജി 0 അല്ല. നമ്മൾ മാക്സിമം വെലോസിറ്റി ഹൈറ്റിൽ നോർമൽ കേസിലാണ് 0 വരുന്നത്. പക്ഷേ പ്രൊജക്ടൈൽ മോഷനിൽ മാക്സിമം ഹൈറ്റിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി 0 അല്ല, വെർട്ടിക്കൽ വെലോസിറ്റിയാണ് 0. അടുത്തത് എന്താണ്? ബാങ്കിങ് ഓഫ് റോഡ്സ് അല്ലേ? പല ഡയഗ്രാം, ബാങ്കിങ് ഓഫ് റോഡ്സിൻ്റെ ഡയഗ്രാം കാണിക്കുക, കറക്റ്റായിട്ട് ആർ കോസ് തീറ്റ, ആർ സൈൻ തീറ്റ, അതൊക്കെയുള്ള കമ്പോണൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മുടെ ബാങ്ക് റോഡിൻ്റെ മാക്സിമം പെർമിസിബിൾ സ്പീഡ് വിത്ത് ഫ്രിക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇക്വേഷൻ വരുന്നത്? വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ എന്നുള്ള ഇക്വേഷൻ പ്രൂവ് ചെയ്യാം. വിത്തൗട്ട് ഫ്രിക്ഷൻ ആണെങ്കിൽ വി ഈക്വൽസ് റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, 4 മാർക്കിന് അത്രയും ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി സി പാർട്ട് ചോദിച്ചിരിക്കുന്നത് കാർ സ്പീഡിംഗ് അറ്റ് 80 km/h ഓൺ എ ലെവൽ റോഡ് ടേക്സ് എ ഷാർപ്പ് ടേൺ വിത്തൗട്ട് റെഡ്യൂസിംഗ് ദ സ്പീഡ്. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയർ ആൻഡ് ദ റോഡ് ഇസ് 0.2 വിൽ ദ കാർ സ്കിഡ് വൈൽ ടേക്കിംഗ് ദ ടേൺ. അപ്പം ഇദ്ദേഹം പോകുന്ന സ്പീഡ് ഇത്രയാണ്, 80 km/h ആണ്. അപ്പം വി ഈസ് ഈക്വൽ ടു 80 ഇൻറ്റു 5/18 ചെയ്യുക. ഓക്കെ, ദെൻ വി മാക്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ അദ്ദേഹം പോകുന്ന വെലോസിറ്റി ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് ആണ്. വി മാക്സ് ഇസ് ഈക്വൽ റൂട്ട് ഓഫ് മ്യൂ ആർ ജി ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് മ്യൂ എത്രയാണ്? മ്യൂ ഇസ് 0.2 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 4 ആണ്, ഇൻറ്റു നമ്മുടെ ജി കൊടുക്കുക 9.8 കൊടുക്കുക. ഇത് കണ്ടുപിടിക്കുക. അപ്പം മാക്സിമം എത്ര വെലോസിറ്റിയിലാണ് പോകാൻ പാടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് ആ വെലോസിറ്റിനേക്കാളും കുറവാണ് ഇദ്ദേഹം പോകുന്നത് വെലോസിറ്റി എങ്കിൽ അയാൾ സ്കിഡ് ചെയ്യില്ല. പക്ഷേ ആ പെർമിസിബിൾ സ്പീഡിനേക്കാളും കൂടുതൽ വെലോസിറ്റിയിലാണ് അദ്ദേഹം മൂവ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം സ്കിഡ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, കാൽക്കുലേഷൻസ് ചെയ്തിപ്പോൾ സമയം കളയാത്തതുകൊണ്ടാണ്. The value of g is same for all objects at a given place. The acceleration due to gravity is maximum at the poles. Derive an expression for the variation of g with height above the surface of earth where h is very much less than r. എന്ന് പറയുമ്പോൾ നമ്മൾ g dash is equal to g into 1 minus 2h by r എന്നുള്ള ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് h is approximately equal to r എന്നുള്ള കേസാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ g dash is equal to g into r square by r plus h the whole square ആണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് എന്തുവാണ്? The variation of acceleration due to gravity with the distance from the center of the earth is correctly represented by, നമ്മൾ എ ആണ് ആൻസർ. നമ്മൾ പെട്ടെന്ന് ഇതാണെന്ന് വിചാരിക്കും, പക്ഷേ ഇത് കണ്ടോ, ഇതിങ്ങനെ കേർവ് ആയിട്ടാണ് വരുന്നത്. ഇത് തെറ്റാണ് കേട്ടോ. അപ്പം സെൻട്രൽ അറ്റ് ദ സെൻറ്റർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. എർത്തിൻ്റെ സെൻട്രലിൽ നിന്നും സർഫസിലേക്ക് പോകുമ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇങ്ങനെ പോവും, സർഫസിൽ നിന്നും പിന്നെയും പോകുമ്പോൾ അതിങ്ങനെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഡിഫൈൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. എന്തുവാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്? നമ്മൾ ഇങ്ങനെ ഒരു സോളിഡ് സർഫസിനകത്ത് ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മളൊരു ടാൻജൻറ്റ് വരയ്ക്കുക. സോളിഡ് സർഫസും ലിക്വിഡ് സർഫസും കൂടെ ടച്ച് ചെയ്യുന്ന അവിടെ നിന്ന് ഈ ടാൻജൻറ്റിൻ്റെ അവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ആംഗിൾ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഡ്യൂ ടു capillary ആക്ഷൻ ദ ലിക്വിഡ് വിൽ റൈസ് ഇൻ എ ട്യൂബ്. അപ്പോൾ ഒരു ലിക്വിഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. ലിക്വിഡിൻ്റെ ഷേപ്പ് കോൺകേവ് മെനിസ്കസ് ആയിരിക്കും. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരിക ഇതാണ്. ദിസ് ഇസ് അക്യൂട്ട് അല്ലേ? അക്യൂട്ട് ആംഗിളാണ്. ലെസ് ദാൻ 90 ഡിഗ്രി അല്ലേ ഇത് വരുന്നത്? നോക്കിക്കേ, ഇതാ ഈ ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി അല്ലേ? ഇതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് കേട്ടോ. അപ്പോൾ അക്യൂട്ടാണ് വരിക. ആൻഡ് ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ റൈസ് ഓഫ് ലിക്വിഡ് ഇൻ ദ ട്യൂബ്. എന്താണ് ഇക്വേഷൻ? h is equal to 2s cos theta by r rho g എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കേണ്ടതാണ്.
ഇത്രയല്ലേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി സംശയമുള്ളത് ചോദിക്കുക. ഇന്നിപ്പോൾ നാളെ എക്സാം ആയതുകൊണ്ട് ഇന്നിപ്പം ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളത് പിന്നീട് എക്സാം അടുപ്പിച്ച് നോക്കുക, ചോദിച്ച് ക്ലിയർ ചെയ്യുക. വീണ്ടും പറയുകയാണ്, നമ്മുടെ നോട്ട്സ് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് മിസ് ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ കണ്ടിട്ട് നമ്മൾ പഠിച്ചേക്കുക. ഇനിയുള്ള ചാപ്റ്റേഴ്സും ഒക്കെ +1 പ്ലേലിസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഇനിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നന്നായി പഠിച്ചിട്ട് തന്നെ പോവുക ബോർഡ് എക്സാമിലേക്ക്. എന്തെങ്കിലും ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് പഠിക്കാൻ വേണ്ടി നിൽക്കണ്ട. ഇപ്പോൾ ഈ മോഡൽ എക്സാമിന് പഠിക്കുന്ന ചൂട് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ. ഇനി ഒരു ബ്രേക്ക് എടുക്കണ്ട. ബ്രേക്ക് എടുത്താൽ നമ്മൾ പിന്നെയും താഴോട്ടാണ് പോവുക. ഓക്കെ, അപ്പോൾ എന്തിനും റിക്കാസ് ഫിസിക്സ് ക്ലാസ്സസിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. താങ്ക് യു, ബൈ.